ഹൈബ്രിഡ് പ്ലാവ് നടുമ്പോൾ നമ്മൾ 2-3 കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു 1.5 വർഷത്തിനുള്ളിൽ തന്നെ കായ്ക്കും. അപ്പം ഒന്ന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ തന്നെ ഉടനെ കൊണ്ട് നടാൻ പോകല്ലേ. നമ്മുടെ വീടിൻ്റെ ആ ഒരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാക്കി എടുക്കണം. ഒരു കൊണ്ടുവന്നിട്ട് ഒരാഴ്ച നമ്മൾ തണലത്തോട്ട് വെച്ച് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് പരിചരണം നടക്കണം. അതിന് ശേഷമേ നടാവൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുഴി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം 2 അടി താഴ്ച വേണം നമ്മൾ ആദ്യം കുഴി എടുക്കാൻ. ആ കുഴി എടുത്തിട്ട് ആ കുഴിക്കകത്ത് തന്നെ മേൽമണ്ണ് നമ്മൾ എടുത്ത് മാറ്റുന്ന മണ്ണുണ്ടല്ലോ, ആ മണ്ണിനകത്ത് ചാണകപ്പൊടി കൊണ്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ കുഴിയിലോട്ട് തന്നെ വീണ്ടും ഇട്ട് നിറയ്ക്കണം. അപ്പോൾ ഇങ്ങനെ നിറച്ച് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് വേണം പ്ലാവ് നടാൻ. കാര്യം മണ്ണിനകത്ത് ആ ചൂടുണ്ടാകാൻ പാടില്ല. അപ്പം നല്ലതായിട്ട് നനച്ച് കൊടുക്കണം ആ കുഴി. അതിന് ശേഷം വേണം നടാൻ. ഞാൻ അങ്ങനെ ചാണകപ്പൊടി ഇട്ട് നിറച്ച ശേഷം ഉള്ള ആ മണ്ണാണ് കേട്ടോ എടുത്തേക്കുന്നത്. മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കും കണ്ടോ. അതുകൊണ്ട് തായ് വേര് പെട്ടെന്ന് താഴോട്ട് നന്നായിട്ട് ആഴ്ന്നിറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടില്ലേ, അപ്പോൾ സൈഡിലോട്ടുള്ള സൈഡ് വേരുകൾ നന്നായിട്ട് ആഴ്ന്നിറങ്ങും. അത് നല്ല പിടുത്തം ഉണ്ടാവും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഗ്രാഫ്റ്റിൻ്റെ മൂടാൻ പാടില്ല, മണ്ണ് ഗ്രാഫ്റ്റ് മൂടാൻ പാടില്ല. പകരം ഈ ഗ്രാഫ്റ്റ് നമ്മൾ കിഴക്കൻ വെയിലും പടിഞ്ഞാറൻ വെയിലും അടിക്കാതെ ഇത് വടക്കോട്ട് തിരിച്ച് വെക്കുന്നതായിരിക്കും നല്ലത് ഗ്രാഫ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. നന്നായിട്ട് നമ്മളിത് ഒരു കെയറോടെ കൊടുത്താൽ മതി. കാരണം ചാണകപ്പൊടി ഇടയ്ക്കിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നനച്ച് കൊടുത്താൽ ഒരു 3-4 ദിവസം നന്നായിട്ട് നനയ്ക്കണം കേട്ടോ നട്ട ശേഷം. അപ്പം ഇതേപോലുള്ള നല്ല വീഡിയോസായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നന്ദി.